മക്കളെ എ ലിമിറ്റഡ് വായിക്കണേ. DP ഏതാ? 50. ഞാൻ അങ്ങനെ ചോദ്യോത്തരവേളകൾ ഉണ്ടാവും, ശ്രദ്ധിക്കണം. എ ലിമിറ്റഡ് എഞ്ചിനീയറിംഗ് കമ്പനി ഹാവ് എത്ര 25 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓട്ടോമേറ്റീവ് മെഷീൻ ഉണ്ട്. അപ്പോൾ എത്ര മെഷീൻ ഉണ്ടെന്ന് മനസ്സിലായി? 25. Furnish you the following data for 2016-17 in respect of mission B. അപ്പോൾ 25 ഏത് മിഷന്റെ കഥയാണ് നമ്മൾ പറയുന്നത്? ഒരു മിഷൻ ബി. നോട്ട് ചെയ്യണം. അപ്പോൾ 1/25 ആണ് നമ്മൾ ഇപ്പോൾ റെൻ്റൊക്കെ എടുക്കുകയാണെങ്കിൽ എന്താ എടുക്കാം? 1/25. വേറെ എന്തെങ്കിലും ബേസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച്. ഓക്കെ, കാര്യം മനസ്സിലായി? 25 ഇപ്പോൾ ഒരെണ്ണത്തിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ദെൻ അടുത്തത് കോസ്റ്റ് ഓഫ് മിഷൻ എത്ര രൂപ വരുന്നുണ്ട്? 50,000. അതിൻ്റെ ലൈഫ് എത്രയാണ്? 10 years ആണ്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഡിപ്രീസിയേഷൻ 50,000 ഡിവൈഡ് ബൈ എത്ര വരും? 10 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ 2 തരത്തിലാണ് കോസ്റ്റിന് എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഫിക്സഡ് കോസ്റ്റും പിന്നെ ഏതാണ്? വാരിയബിൾ കോസ്റ്റും. പക്ഷെ ഫിക്സഡ് കോസ്റ്റിനെ സ്റ്റാൻഡിങ് ചാർജ് എന്നും പറയും. അപ്പം നമുക്ക് ഇതിൽ പരിചയപ്പെടാം. എന്താ പറയുക? സ്റ്റാൻഡിങ് ചാർജ്. ശരിയല്ലേ? സ്റ്റാൻഡ് ചെയ്യും, മാറാതൊക്കെ അല്ലേ? അടുത്ത ഏതാണ്? വാരിയബിൾ കോസ്റ്റിനെ റണ്ണിങ് കോസ്റ്റ് എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്ന് എവിടെയും നോട്ട് ചെയ്ത് വെച്ചാൽ ഫസ്റ്റ് ആണ് ഏതാ? ഫിക്സഡ് കോസ്റ്റ് ഹൈഫിട്ടഡ് ഓൾസോ നോൺ ആസ് ഏതാ? സ്റ്റാൻഡിങ് ചാർജ്. പിന്നെ അടുത്ത വാരിയബിൾ കോസ്റ്റ് ഓൾസോ നോൺ ആസ് ഏതാ? റണ്ണിങ് അല്ലെങ്കിൽ മിഷൻ എക്സ്പെൻസ്. ഇവിടെ മിഷൻ എക്സ്പെൻസ്, റണ്ണിങ് അല്ലെങ്കിൽ ഏതാണ്? മിഷൻ എക്സ്പെൻസ്. അപ്പോൾ ആദ്യം മക്കൾ മനസ്സിലാക്കുന്നത് ഈ കോസ്റ്റ് സ്റ്റാൻഡിങ് ആണോ അല്ലെങ്കിൽ റണ്ണിങ് ആണോ എന്നുള്ളത്. വിച്ച് മീൻസ് വാരിയബിൾ ആണോ അല്ലെങ്കിൽ ഏതാണ്? ഫിക്സഡ് ആണോ? ആ പെർസ്പെക്റ്റീവിൽ പറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പം സ്റ്റാൻഡിങ് പിന്നെ ഏതാ? മിഷൻ എക്സ്പെൻസ്. അങ്ങനെയാണ് സ്റ്റാൻഡിങ് പിന്നെ ഏതാ? മിഷൻ എക്സ്പെൻസ്. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ചോദ്യം, മിഷൻ കോസ്റ്റ് ഓഫ് മിഷൻ ഏതാ? സ്റ്റാൻഡിങ് ആണ്. ഓക്കെ, അതിൽ ഞാനൊരു ക്ലാരിറ്റി തരാം. ഡിപ്രീസിയേഷൻ ഫിക്സഡ് കോസ്റ്റ് ആവാം അല്ലെങ്കിൽ ഏതാവാം? വാരിയബിൾ കോസ്റ്റ് ആവാം. ഫിക്സഡ് കോസ്റ്റ് എപ്പോഴാവാന്ന് വെച്ചാൽ പീരീഡ് ബേസ് ആണെങ്കിൽ. ഏതാണ്? പീരീഡ് അല്ലെങ്കിൽ ടൈം ബേസ് ആണെങ്കിൽ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ പ്രൊജക്ടർ ഫിക്സഡ് കോസ്റ്റ് ആണോ വാരിയബിൾ കോസ്റ്റ് ആണോ? ഫിക്സഡ് ആണ്. എന്താ? ഒരു കൊല്ലത്തിന് പ്രൊജക്ടിന് 30,000 രൂപയാണ്. 10% 3,000 രൂപയാണ് ഡിപ്രീസിയേഷൻ. ഇവിടെ എത്ര കുട്ടികളുണ്ടായാലും എത്ര ദിവസം ക്ലാസ് നടന്നാലും ഇല്ലെങ്കിലും പീരീഡ് ബേസ് ആണെങ്കിൽ അത് ഏത് കോസ്റ്റാണ്? ഫിക്സഡ് കോസ്റ്റാണ്. ഓക്കെയാണോ? പക്ഷേ ചില വണ്ടികളൊക്കെ ഇല്ലേ, അത് യൂസ് ചെയ്യുമ്പോഴുന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ കോസ്റ്റ് ഉണ്ടാവുക. ബേസ്ഡ് ഓൺ ഏതാണ്? യൂസേജ്. ഏത് ബേസാ? യൂസേജ് ആണെങ്കിൽ അത് ഏതായിരിക്കും? വാരിയബിൾ ആവും. മനസ്സിലായ? ഒരു എക്സാമ്പിൾ, ഒരു ലോറി ഉണ്ട്. ആ ലോറിയുടെ ഡിപ്രീസിയേഷൻ അവർ പീരീഡ് ബേസിലാണ് ചാർജ് ചെയ്യുന്നത്. അഥവാ ഒരു വർഷം 1,00,000 രൂപ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് ഏത് കോസ്റ്റാണ്? ഫിക്സഡ് കോസ്റ്റാണ്. അടുത്തത് വാരിയബിൾ ആവുന്നത് എപ്പോഴാണ്? അപ്പോൾ ആ ലോറി 1 കിലോമീറ്റർ ഓടിയാൽ 10 രൂപ വരും ഡിപ്രീസിയേഷൻ. അങ്ങനെയാണെങ്കിൽ 100 കിലോമീറ്റർ ഓടിയാൽ എത്ര വരും? 1000. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ അവർ എത്ര കിലോമീറ്റർ ഓടി? 8,000 കിലോമീറ്റർ ഓടി. അപ്പോൾ എത്ര ഒരു ഡിപ്രീസിയേഷൻ വരാം? 8,000 × 10 80,000. സെക്കൻഡ് ഇയറിൽ അവർ 1,30,000 13,000 കിലോമീറ്റർ ഓടി. അപ്പോൾ എത്രയാണ് ഒരു കോസ്റ്റ് വരാം? 13,000 × 10. അപ്പോൾ അത് ഏതായി മാറും? വാരിയബിൾ. ഫസ്റ്റ് ഇയറിൽ 80,000, സെക്കൻഡ് ഇയറിൽ 1,30,000, തേർഡ് ഇയറിൽ മേ ബി 1,00,000, ഫോർത്ത് ഇയറിൽ എത്ര? 2,00,000. അങ്ങനെ മാറും. അപ്പോൾ അത് ഏതായി മാറും? വാരിയബിൾ. കിട്ടിയില്ലേ? നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പലതും ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മെഷീൻ അവർ റേറ്റ് കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആക്കുന്ന പോയിന്റ് ഏതായിരിക്കും? ഫിക്സഡ് ഉണ്ടാവും, പിന്നെ ഏതുണ്ടാവും? ഇത് വാരിയബിൾ ആയിട്ട് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണ്ട? പ്രശ്നമാക്കണ്ട. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് കൺസിസ്റ്റൻ്റ് എന്ത് ചെയ്യുക? കൺസിസ്റ്റൻ്റ് പറ്റില്ല. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഹിൻഡ് തരും, ചിലപ്പോൾ ഒന്നും പറയില്ല. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്നായിട്ട് എന്ത് ചെയ്യുക?
അസ്യൂം ചെയ്യുക. ഓക്കെ ആണോ? എഴുതി വെക്കേണ്ടത് എഴുതി വെക്കണം. എഴുതി വെക്കൂ. Depreciation can be treated as fixed or variable. Depreciation can be treated as fixed or variable. Fixed or variable. Fixed or variable. ഓക്കെ. അതായത് ഫിക്സഡ് ആണെങ്കിൽ ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? പീരിയഡ് ഓർ ടൈം ബേസിസ്. വേരിയബിൾ കോസ്റ്റ് ഏതായിരിക്കും? യൂസേജ് ബേസിസ്. ഓക്കെ. പോട്ടെ. ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടോ? 10 years എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് ഏതായിട്ട് ട്രീറ്റ് ചെയ്യാം? 10 years പറഞ്ഞില്ല. അപ്പോൾ ഡിപ്രീസിയേഷൻ കാണാൻ ഇപ്പോൾ എന്താണ് ടൈം പീരീഡിലാണ് ഫിക്സഡോ വേരിയബിളോ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. നമുക്കൊരു നോട്ട് കൊടുത്ത് ഇതാക്കാം. DP ഏതാ? 15 എഴുതിക്കട്ടെ. 15 എഴുതിയില്ലേ? ഓക്കെ. അതിൻ്റെ ഭാഗമാണ് നോക്കിയാന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏതാ എടുക്കാം മക്കളെ? ഫിക്സഡോ വേരിയബിളാ? ഫിക്സഡ്. വേരിയബിളായിട്ട് എടുത്തൂടെ? ഓക്കെ. വേറെ ഞാൻ 2 എക്സ്പെൻസ് പറഞ്ഞില്ലേ? അപ്പോൾ അതേതാ? സ്റ്റാൻഡിങ് ചാർജ്. പിന്നെ ഏതാ അടുത്ത്? മിഷൻ എക്സ്പെൻസ്. മിഷൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് അല്ലേ ഈ സാധനം അല്ലേ? അതുകൊണ്ട് ഇതിനെ എന്തെന്ന് വിളിക്കാം? വേരിയബിൾ എന്ന് വിളിക്കാം. ഓക്കെ. ഞാൻ പറഞ്ഞല്ലോ സ്റ്റാൻഡിങ് എന്തായിട്ട് ഒരു ഉപമയാണ് നേരത്തെ തന്നത്. ഫിക്സ്ഡ് കോസ്റ്റ് എന്താക്കാം? സ്റ്റാൻഡിങ്ങും വേരിയബിൾ എന്താണ്? ഓക്കെ. ഈസ് ഈക്വൽ ടു എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ എഴുതിയെങ്കിൽ അസ്യൂംഡ് ആസ് എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് അല്ലെങ്കിൽ പ്രശ്നം. അസ്യൂംഡ് ആസ്. നിങ്ങൾ എപ്പോഴും അതന്നെ വിചാരിക്കും. എവിടെ അല്ല. ഓൾറെഡി നിങ്ങൾ ക്വസ്റ്റ്യൻ അവിടെ എഴുതി വെച്ചാൽ എവിടെയോ അവിടെ കയറ്റിയാൽ മതി. അസ്യൂംഡ് ആസ്. ഇനിയിപ്പോൾ അടുത്തൊരു ചോദ്യം. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം നിർബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ ടെക്സ്റ്റിൽ അങ്ങനെ ഒന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യട്ടെ? ഫെമിലിയർ ആവട്ടെ, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് കോസ്റ്റ് എന്ത് ചെയ്യണം? ഇങ്ങനെ സെഗ്രിഗേഷൻ ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യാം. പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ ഏതാണ്? ഡിപ്രീസിയേഷൻ. ഓക്കെ അല്ലേ? അവിടെ എഴുതി വെക്കുക. ഡിപ്രീസിയേഷൻ ഏതാണ്? ഒരു മിഷൻ എക്സ്പെൻസ് ആണ്. മിഷൻ എക്സ്പെൻസ് എഴുതി വെക്കുക. ഡിപ്രീസിയേഷൻ ഒരു മിഷൻ എക്സ്പെൻസ് ആണ്. മിഷൻ എക്സ്പെൻസ്. ഓക്കെ. ക്ലിയർ? പോട്ടെ. അടുത്തത് ക്വസ്റ്റ്യൻ വായിക്കണം മക്കളെ. അടുത്ത ഏതാ? ഓവർ ഹെഡുകളാണ്. കുറേ ഓവർ ഹെഡ് എന്നത് ഏതാ? ഫാക്ടറി റെന്റ്. സ്റ്റാൻഡിങ് ചാർജ് ആണോ മിഷനറി ആണോ? സ്റ്റാൻഡിങ് ചാർജ് ആണോ മിഷനറി ആണോ? മിഷൻ എക്സ്പെൻസ് ആണ്. മിഷന് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എക്സ്പെൻസ് ആണോ? അത് അല്ല, ഇൻഡയറക്ട്ലി ഉള്ളതാണ്. ഓക്കെ അല്ലേ? ഇങ്ങനെ ഇൻഡയറക്ട്ലി ഉള്ള സാധനം കൂടെ ഇതാക്കുമ്പോഴാണ് കോംപ്രഹെൻസീവ് മിഷൻ അവർ എന്നൊക്കെ പറയാം. അപ്പോൾ അത് ഏതാണ്? സ്റ്റാൻഡിങ് ചാർജ്. എഴുതി വെക്കുക. സ്റ്റാൻഡിങ് ചാർജ്. ഫിക്സഡ് കാര്യങ്ങൾ എന്നുള്ള ടേം ഉപയോഗിക്കേണ്ട പോരെ. സ്റ്റാൻഡിങ് ചാർജ്. അടുത്തേതാണ്? പെർ ആന കേട്ടോ അല്ലേ? പെർ ആന. അപ്പോൾ നമുക്ക് ഈ മിഷനറിയുടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറയാൻ പറ്റുമോ? അത് നമുക്ക് ആദ്യം മൊത്തം വായിക്കാം, അപ്പോഴേ കിട്ടുള്ളൂ കണക്ഷൻ. ഓക്കെ. അടുത്തേതാ? ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ്. എത്രയാണ്? 40,000. ഇത് എന്തിനാണ്? സ്റ്റാൻഡിങ്. സൂപ്പർവൈസർ 1,50,000 പെർ. ഏതാ? സ്റ്റാൻഡിങ്.
സൂപ്പർവൈസർ ഏതാവും ഡീൽ ചെയ്യുന്നുണ്ടാവുക? ഈ മെഷീൻ മാത്രമാണ്, എല്ലാ മെഷീനും ഇല്ലേ? അങ്ങനെ അസ്യൂം ചെയ്യാം ഈ മെഷീൻ്റെ മാത്രമായിട്ട് അങ്ങനെ പറ്റില്ലല്ലോ. സൂപ്പർവൈസർ ഒരു മെഷീന് മാത്രമായിട്ട് ഉണ്ടാവോ? അപ്പൊ നമുക്ക് അസ്യൂം ചെയ്തൂടെ, അവിടെ എഴുതി വെക്കുക ഫോർ ഓൾ മെഷീൻസ്. അടുത്തത് റിസർവ് ഇക്വിപ്മെന്റ് ഓഫ് മെഷീൻ ബി. എന്താന്ന് പറയട്ടെ, ശ്രദ്ധിക്കേ. ഈ മെഷീന്റെ ചെറിയ പാർട്സുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേടുവരുമ്പോൾ നമ്മൾ ആ പാർട്സ് നമ്മുടെ കയ്യിൽ റെഡിലി അവൈലബിൾ അല്ലെങ്കിൽ എന്തുണ്ടാവുക? ബ്രേക്ക് ഡൗൺ ആവും, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? നിർത്തും, ഐഡിയൽ ടൈം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ പ്രശ്നം തീർക്കാൻ എന്ത് ചെയ്യും? സ്റ്റോക്ക് ചെയ്യും. റിസർവ് ആണ്, ഇറ്റ്സ് എ റിസർവ്. മനസ്സിലായ? വേണമെങ്കിൽ അവിടെ എഴുതി വെച്ചോ, സ്പെയർ പാർട്സ്, റിസർവ് ഓഫ് സ്പെയർ പാർട്സ്. അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. റിസർവ് ഓഫ് സ്പെയർ പാർട്സ് ഓഫ് മെഷീൻ. എത്ര രൂപ? എത്ര എമൗണ്ട്? 5000. ഓൾസോ സ്റ്റാൻഡിങ് പെർ ആനം. എത്ര എമൗണ്ട് പെർ ആനം സ്റ്റാൻഡിങ്? ഇനി നമ്മുടെ മൊത്തം സ്ക്വയർ ഫീറ്റ് വന്നിട്ടുണ്ട്. എത്രയാ? 80,000 ഏരിയ ഓഫ് ദ ഫാക്ടറി. അതിൽ നമ്മുടെ മെഷീൻ ബി ഇരിക്കുന്നത് എത്രയാണ്? 3000 സ്ക്വയർ ഫീറ്റിലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ മുകളിലുള്ള പല എക്സ്പെൻസും നമുക്ക് എന്ത് ചെയ്യാം? റെൻ്റൊക്കെ നമുക്ക് ആ ബേസിൽ വീതിച്ചൂടെ? എങ്ങനെ? റെൻ്റ് 50,000 എങ്ങനെ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക? 50,000 റെൻ്റ് നമ്മുടെ മിഷനറിക്ക് വേണ്ടി മാത്രം റെൻ്റ് കൊടുക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ലല്ലോ. അത് ഏതിനാവും? മൊത്തം ഏരിയക്കാണ്. നമ്മുടെ മെഷീൻ 3000 സ്ക്വയർ ഫീറ്റ് അല്ലേ? അപ്പോൾ 50,000 × 3000 / 80,000 എത്ര വരും? ഓക്കെ അല്ലേ? 3000-ലെ 3 0 വെട്ട്, 80,000-ലെ 3 0 വെട്ട്. അപ്പോൾ എളുപ്പത്തിൽ എന്താക്കാം? 3/80 ആക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അതേപോലെ ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിങ്ങും അങ്ങനെ തന്നെ ചെയ്തൂടെ? 40,000 × എത്ര അടിക്കാം? 3/80. പിന്നെ അടുത്തേതാ? സൂപ്പർവൈസറുടെ സാലറി എങ്ങനെ ചെയ്യാം? ഏരിയ ബേസ് ചെയ്തിട്ടാണോ? അല്ല, ഏതാ? ഈ ഒരു മെഷീന് വേണ്ടിയിട്ടാണോ സൂപ്പർവൈസർ ഉള്ളത്? അല്ല, എല്ലാ മെഷീനും അല്ല. അപ്പം എങ്ങനെ എഴുതാം? 1,50,000 × 1/25 എത്ര വരും? 6,000. റിസർവ് ഇക്വിപ്മെൻ്റ് ഒന്നും പറയല്ല, 5,000. അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആർക്കുള്ളതാ? ബിക്കുള്ളതാ. പിന്നെ ഇനിയിപ്പോൾ വേറൊരു സെപ്പറേഷൻ വേണ്ടല്ലോ. കിട്ടി. അടുത്തേതാ? വായിക്കും. മൂന്നാമത്തെ വേജ് ആരുടെ? ഓപ്പറേറ്ററെ. ഓക്കെ അല്ലേ മക്കളത്? മെഷീൻ്റെ ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ? മെഷീൻ റിലേറ്റഡ് അല്ലേ? അപ്പം മെഷീൻ എക്സ്പെൻസ് ആയിട്ട് എടുക്കാം. അപ്പോൾ എത്ര മെഷീൻ എക്സ്പെൻസ് കിട്ടി? ഇപ്പോൾ ഒന്ന് ഏത് കിട്ടി? മെഷീനറി കിട്ടി. പിന്നെ ഏത് കിട്ടി? വേജസും കിട്ടി. എന്താ വേജസ് പറയുന്നത്? വായിക്കേ. ഇതാണ് ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള പോയിന്റ് ഇവിടെ. ഓക്കെ, വായിച്ചോ. എന്താ? വേജസ് ഓഫ് എ ഓപ്പറേറ്റർ ഈസ് 25 പെർ ഏതാണ്? ഡേ ആണ്. ഒരു ദിവസത്തിനാണ് എത്ര? 24 8 ഹവേഴ്സിനാണ്. അപ്പോൾ ഒരു മണിക്കൂറിന് എങ്ങനെ വരും? 24 / 8 3 റുപ്യ വരും. നമുക്ക് അങ്ങനെയാണ് വേണ്ടത്. ₹3 പെർ ഏതാണ്? ഹവർ. പിന്നെ വൈകി അടുത്ത് ഇൻക്ലൂഡിങ് ഓൾ ഫ്രിഞ്ച് ബെനിഫിറ്റ് പറയുമ്പോൾ പെർക്വിസിറ്റ്സ് ഒക്കെ പോലുള്ളതില്ലേ, അലവൻസ് ഒക്കെ കൂടെ ഉൾപ്പെട്ടിട്ടാണ് എത്ര? 24. ഇനി കൂടുതൽ വേറെ ഒന്നും കൊടുക്കുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഇറലവൻറ്റ് പോയിന്റാ. അടുത്ത് ഹി അറ്റൻഡ്. അതാണ് ഇവിടുത്തെ അടുത്ത. സ്റ്റാർ ഇട്ട് വെച്ചോ. ഒരു 3 സ്റ്റാറൊക്കെ ഇട്ട് വെച്ചോ. ഓക്കെ അല്ലേ? എന്താ പറഞ്ഞത്? ഹി അറ്റൻഡ് ടു 1 മെഷീൻ വെൻ ഇറ്റ് ഈസ് അണ്ടർ ഏതാണ്? സെറ്റപ്പ്. ആൻഡ് പറയും 2 മെഷീൻ വൈൽ അണ്ടർ ഓപ്പറേഷൻ. അപ്പോൾ എന്താണ് സെറ്റപ്പ്, എന്താണ് ഓപ്പറേഷൻ എന്ന് പറയട്ടെ. ശ്രദ്ധിച്ചിരിക്കല്ലേ. നോക്കൂ, ഇവിടെ എത്ര മെഷീൻ ടോട്ടൽ ഉണ്ട്? 25 അല്ലേ? ഞാനാണ് ഓപ്പറേറ്റർ. സെറ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഈ 25 മെഷീനും ഓരോ മെഷീൻ്റെയും പ്രൊഡക്ഷൻ റൺ ചെയ്യുന്നതിന് മുൻപേ ഞാൻ എന്ത് ചെയ്യണം? മെഷീൻ്റെ അടുത്ത് പോകണം. അതിൻ്റെ ഓയിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക്. ഇനി പെട്രോൾ ഒഴിച്ചിട്ടുള്ള വല്ല ഇതാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ കറണ്ടിനാണെങ്കിൽ അതിൻ്റെ പല കാര്യങ്ങളും ഞാൻ ചെക്ക് ചെയ്യണം. ഓക്കെ, സ്ക്രൂ ഒക്കെ ടൈറ്റ് അല്ലേ നോക്കണം. ചിലപ്പോൾ അത് ക്ലീൻ ചെയ്യേണ്ടി വരും.
മനസ്സിലായ? അങ്ങനെയുള്ള ആ സമയത്തെയാണ് ഞാൻ എന്തെന്ന് പറയുന്നത്, സെറ്റപ്പ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ മെഷീൻ എന്ത് ചെയ്യുന്നില്ല, റൺ ചെയ്യുന്നില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഒന്ന് മെഷീൻ, എന്നിട്ട് ഞാൻ സെറ്റപ്പ് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും, മെഷീൻ എന്ത് ചെയ്യും, റൺ ആക്കും. ഓക്കെ അല്ലേ? മെഷീൻ സെറ്റപ്പ് ആകുമ്പോൾ ഞാൻ ഒരെണ്ണത്തിൻ്റെ ഞാൻ ക്ലീൻ ചെയ്യും. സെറ്റപ്പ് പറഞ്ഞാൽ ക്ലീൻ ചെയ്യും, മനസ്സിലാക്കി? ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് ഒരേ സമയം 2 എണ്ണം ക്ലീൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ക്ലീൻ ചെയ്തിട്ട് ഇത് ഞാൻ ക്ലീൻ ചെയ്ത് അപ്പുറത്തെ ക്ലീൻ ചെയ്ത് അങ്ങനെ ഞാൻ ഒരാളോട് വിചാരിക്കാം, ഞാൻ 25 എണ്ണം വന്നിട്ട് ക്ലീൻ ചെയ്ത് കാലത്ത്. ഓക്കെയാണോ? അല്ലെങ്കിൽ വേണ്ട, 2 എണ്ണം ക്ലീൻ ചെയ്ത് 25 എണ്ണം ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല. കാരണം റണ്ണിങ്ങിലാവുമ്പോൾ എനിക്ക് എത്ര എണ്ണം നോക്കാൻ പറ്റുള്ളൂ, 2 എണ്ണം. അപ്പം ഞാൻ ഒരു മെഷീൻ ക്ലീൻ ചെയ്ത് പിന്നെ അപ്പുറത്തെ ഒരു മെഷീൻ ക്ലീൻ ചെയ്തു. അപ്പോൾ മെഷീൻ ക്ലീൻ ചെയ്യുമ്പോൾ അറ്റ് എ ടൈം എനിക്ക് ഒരു മെഷീനെ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലീനിങ് ഹിയർ മീൻസ് ഏതാണ്, സെറ്റപ്പ്. ഓക്കെ അല്ലേ? പക്ഷേ മെഷീൻ റൺ ചെയ്യുമ്പോൾ എനിക്ക് 2 എണ്ണം പറ്റൂലേ? പറ്റൂലേ? പറ്റൂലേ പറ്റുന്നത് ഇത് പറയുന്നത്. ഓക്കെ അല്ലേ? എങ്ങനെ, 2ന്റെ സ്വിച്ച് ഇട്ടിട്ട് ഇങ്ങനെ നോക്കിയാൽ പോരെ, ഇതിലെന്തെങ്കിലും കുറവുണ്ടോ, ഇതിലെന്തെങ്കിലും കുറവുണ്ടോ. അപ്പൊ നമ്മള് ഇവിടെ മില്ലില് ഒരേ സമയം 2-3 മെഷീനൊക്കെ എന്ത് ചെയ്യും, കൊപ്ര ആട്ടുണ്ടാവും, ഇപ്പുറത്ത് നെല്ല് കുത്തുണ്ടാവും, അപ്പുറത്ത് അരി ആട്ടുണ്ടാവും, ഇപ്പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്, മുളക് കുത്തുണ്ടാവും. മുളക് കുത്തുക, എന്തായാലും മിക്സിയിലിട്ട് എന്തോ ചെയ്യാം അത് ചെയ്യുമ്പോൾ. അപ്പോൾ ആ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യണം. വേജസിൻ്റെ കാൽക്കുലേഷനിൽ ടിസ്റ്റ് വരും. ഓക്കെ അല്ലേ? ഒന്നുകൂടെ വായിക്കുകയാണ്. ഏതാ, ഹി അറ്റൻഡ് 1 മെഷീൻ വെൻ ഇറ്റ് ഈസ് അണ്ടർ സെറ്റപ്പ്. സെറ്റപ്പിൽ ഒരു മെഷീനെ അയാൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. 2 മെഷീൻ വൈൽ അണ്ടർ ഏതാണ്, ഓപ്പറേഷൻ. ഓപ്പറേഷൻ്റെ സമയത്ത് അയാൾക്ക് എന്ത് ചെയ്യും, 2 മെഷീൻ എന്ത് ചെയ്യാൻ പറ്റും, ഡീൽ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? യെസ്, കഴിഞ്ഞു. പിന്നെ എസ്റ്റിമേറ്റഡ് പ്രൊഡക്ഷൻ അവേഴ്സ് എത്രയാ, 3600. പിന്നെ 400 എന്തിനുള്ളതാ, സെറ്റപ്പ്. ഓക്കെ ആണോ? ക്ലിയർ? അപ്പോൾ ടോട്ടൽ എത്ര വരും ഒക്കെ കൂടെ, 4000 ഹവേഴ്സാണ് മൊത്തം എന്ത് വരാം, ചെയ്യാം വേണ്ടി വരാം, 4000 ഹവേഴ്സ്. ഓക്കെ അല്ലേ? പവർ എത്ര പറഞ്ഞത്, സിമ്പിളാ. പവർ എത്രയാണ്, 0.50 പെർ ഹവർ. അപ്പോൾ അടുത്ത ചോദ്യം, പവർ സെറ്റപ്പിൻ്റെ സമയത്ത് വേണ്ട. അതാണ് ഇവിടുത്തെ മെയിൻ അടുത്തൊരു പോയിന്റ്. ഓക്കെ അല്ലേ മക്കളെ? 3600 എന്ത് വേണ്ടിയുള്ളൂ, പവർ വേണ്ടിയുള്ളൂ. മറ്റേന് എന്ത് വേണ്ട, പവർ ആവശ്യം ഇല്ല. ഓക്കെയാണോ? അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യണം. പിന്നെന്താ, പ്രിപ്പയർ വൈകി എ ഷെഡ്യൂൾ ഓഫ് കോംപ്രഹെൻസീവ് മിഷൻ ഹവർ റേറ്റ്. എന്ത് കാണാനാണ്, മിഷൻ ഹവർ റേറ്റ്. നിങ്ങൾ കോംപ്രഹെൻസീവ് എന്നുള്ള വാക്കുകൾ ആലോചിക്കപ്പെടുത്തേണ്ട മിഷൻ ഹവർ റേറ്റ് തന്നെ. പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ടെന്നാണ്, ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് ഓഫ് ദ ഫോളോവിങ് ജോബ്. അപ്പോൾ 2 എണ്ണമാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. നമ്പർ 1 ഉണ്ട്, നമ്പർ 2 ഉണ്ട്. അടിയിൽ 2 ഉണ്ട്, അവിടെ എടുക്കട്ടെ. 2 അവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു രസം പറഞ്ഞുതരാം. 2ൽ എന്താ പറഞ്ഞുള്ളത്, സെറ്റപ്പ് ടൈം എത്ര പറഞ്ഞുള്ളത്, 80 പിന്നെ എത്ര, 40 അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് എത്ര അവേഴ്സാണ് എടുക്കുന്നത്, ജോബ് 101 എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ വേണ്ട ഒരു കൊപ്ര അടിക്കാൻ വന്നു, അതിന് എത്ര സെറ്റപ്പ് സമയമുണ്ട്, 80. സെറ്റപ്പ് ടൈമും ഞാൻ ഈ പറയുന്ന കൊപ്ര അടിക്കാൻ വന്ന ആളുടെ അടുത്ത് എൻ്റെ പൈസ ഈടാക്കണ്ടേ, വേണ്ടേ? സെറ്റപ്പ് ടൈമിനും ഞാൻ ഈടാക്കണ്ടേ, ലോജിക്കലല്ലേ? സെറ്റപ്പ് ടൈമും ഇതിൻ്റെ ഭാഗമല്ലേ, എൻ്റെ ജോലിയുടെ ഭാഗമല്ലേ? അപ്പോൾ ഈ ജോബിന് വേണ്ടിയിട്ട് 80 മണിക്കൂറാണ് എന്ത് ചെയ്ത്, എൻ്റെ അടുത്ത് ഒരാൾ ഒരു ലോഡ് കൊപ്ര അടിക്കാൻ വന്നു. അപ്പോൾ ഞാൻ മെഷീനൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കണ്ടേ, അതൊക്കെ ഇറക്കി ഇങ്ങനെ അടുത്ത് വെക്കണ്ടേ? എനിക്ക് പെട്ടെന്ന് തന്നെ അയാൾ വന്നോടെ ലോറിയിൽ കൊപ്ര ഉള്ളപ്പോൾ തന്നെ ഇവിടേക്ക് സ്വിച്ച് ഇട്ടാലും വെളിച്ചെണ്ണ വരുമോ, ഇല്ലല്ലോ. അപ്പോൾ ആ സമയമാണ് എത്ര മണിക്കൂർ, 80 മണിക്കൂർ. ഇനി ഈ കൊപ്ര അതിൻ്റെ ഉള്ളിലിട്ട് ആട്ടുന്ന സമയം എത്ര മണിക്കൂറാണ്, 130 മണിക്കൂർ. ഓക്കെ അല്ലേ? വേറെ ജോബുണ്ട്, വേറൊരാൾ എന്തായിട്ട് വന്നു, അരി പിടിപ്പിക്കാൻ വന്നു. അപ്പോൾ 40 മണിക്കൂർ എന്ത് വേണം, സെറ്റപ്പ് ഉണ്ട്. 160 മണിക്കൂർ അരി പൊടിപ്പിക്കാൻ. അരിയല്ലേ പൊടിപ്പിക്കാൻ സമയം എടുക്കും, തിരിച്ചാൽ വേണ്ടത്. ഓക്കെ അല്ലേ? കുഴപ്പമില്ല, അതുകൊണ്ട് കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചുള്ളത്, മുകളിൽ എവിടെയെങ്കിലും ഉണ്ടോ, ക്വസ്റ്റ്യനിൽ എന്തോ മിസ്സിങ് ഉണ്ടോ? മുകളിൽ വേറെ എവിടെയും പറഞ്ഞു ഫർണിച്ചർ ഫോളോയിങ് ഡാറ്റ ഇല്ല. ക്വസ്റ്റ്യൻ ഓക്കെയാണ്, ഇത്ര തന്നെ ഉള്ളൂ. ആദ്യം എന്ത് വേണം, മിഷൻ ഹവർ റേറ്റ് കാണണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അത് ചെയ്യാം. ശ്രദ്ധിക്കണേ, നമ്മളെ ഞാൻ വർത്താനം പറഞ്ഞ അവരോട് ചോദിക്കുക, ഡാ ഈ പറയും സ്റ്റാൻഡാ, നമുക്കിവിടെ എന്തൊക്കെ കാണാൻ പറഞ്ഞുള്ളത്,
ഗ്രേറ്റ് ജോബിൻ്റെ കോസ്റ്റും കാണും. അപ്പോൾ അതിൽ ഈ സെറ്റപ്പ് ടൈമില്ലേ, സെറ്റപ്പ് ടൈമിനെ ഹവർ കണ്ടില്ലേ, ഇതിനെ നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു സെറ്റപ്പ് ടൈമിൻ്റെ മോനെ ഇരിക്കടാ ഇങ്ങനെ ആക്കിയിട്ട് സെറ്റപ്പ് ടൈമിൻ്റെ മിഷൻ അവർ കാണും. ഓക്കെ അല്ലേ? പിന്നെ ഏതിൻ്റെയും കാണും? ഓപ്പറേഷൻ ടൈമിൻ്റെ മിഷൻ അവർ എന്ത് ചെയ്യണം? കാണണം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സത്യമായിട്ടും പറയട്ടെ, സെറ്റപ്പ് അല്ലേ, ഞാനല്ലേ സെറ്റപ്പ് ചെയ്യുന്ന ആൾ, 80 മണിക്കൂറല്ലേ സെറ്റപ്പിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. സെറ്റപ്പിൻ്റെ സമയത്തുള്ള എന്ത് കാണണം? 80നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു മിഷൻ അവർ കാണണ്ടേ? മനസ്സിലായ? സെറ്റപ്പിൻ്റെ സമയത്തും മിഷൻ റൺ ചെയ്യുന്ന സമയത്തും ഒരേ കോസ്റ്റ് ആയിരിക്കുമോ? അല്ല. എഗ്രി ചെയ്തില്ലേ? ഇപ്പോൾ 2 മിഷൻ ഹവർ റേറ്റ് കാണും. വൈൽ ഏതാ? റണ്ണിങ് ദ മിഷൻ, പിന്നെ അറ്റ് ദ ടൈം ഓഫ് സെറ്റപ്പ്. മനസ്സിലായ? ക്വസ്റ്റ്യൻ അവരെ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇതിൽ നിന്ന് മനസ്സിലാക്കണം നമ്മൾ, കോമൺ സെൻസ്. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ഒരെണ്ണം ചെയ്യും, എന്നിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാത്ത സമയത്ത് ആലോചിക്കും നിങ്ങൾ ചെയ്യണ ഏതായിരിക്കും ഫസ്റ്റ്? ഓപ്പറേറ്റിംഗ് ടൈമിൻ്റെ ആയിരിക്കും. അപ്പോൾ 120ൻ്റെ കൂടെ അത് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഏത് മൾട്ടിപ്ലൈ ചെയ്യും? രണ്ടിനും ഒരേ റേറ്റ് ആണ് വരിക. ഇവിടുന്ന് മനസ്സിലാക്കണം നിങ്ങൾ കേട്ടാ. ഇത് ഓക്കെ, ബാക്കി ഒക്കെ ഓക്കെ. മനസ്സിലാടാ? സെറ്റപ്പ് ഫോർ എക്സാമ്പിൾ കറണ്ട് സെറ്റപ്പിന്റെ സമയത്ത് വേണോ വേണ്ടേ? വേണ്ട. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ചോദ്യം നിങ്ങൾ ചോദിക്കും, ഏത്? അത് നമ്മുടെ അസംഷനാ. മെഷീൻ ക്ലീൻ ചെയ്യുമ്പോൾ കറണ്ട് വേണ്ടേ? ലൈറ്റ് വേണ്ടേ? ഓക്കെ അല്ലേ? പക്ഷെ മെഷീൻ റൺ ചെയ്യണതിൻ്റെ അത്ര വരില്ലല്ലോ. അപ്പം കണ്ട് ഇഗ്നോർ ചെയ്തൂടെ? ഞാൻ ജനൽ തുറന്നിട്ടിട്ട് എന്ത് ചെയ്തു? ലൈറ്റ് ഇടാതെ മെഷീൻ ക്ലീൻ ചെയ്തു. കുഴപ്പമുണ്ടാ? അങ്ങനെ വിചാരിക്കുക. ഓക്കെ ആണോ? അല്ലെങ്കിൽ നമുക്ക് പറ്റൂല. കാരണം മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന അത്ര കൺസ്യൂം ചെയ്യോ ഫാനും ലൈറ്റും ഒക്കെ ഇട്ടാൽ? ഇല്ല. അപ്പം സെറ്റപ്പ് സമയത്ത് ഏത് ആവശ്യമില്ല? കറണ്ടിൻ്റെ ബില്ല് ആവശ്യമില്ല. അപ്പം ഇതിൻ്റെ കൂടെ നിങ്ങളൊരു എമൗണ്ട് കാണുമ്പോൾ അതിൽ എന്തുണ്ടാവാൻ പാടില്ല? കറണ്ട്. ഓക്കെ അല്ലേ? സെറ്റപ്പ് ടൈമിൻ്റെ മിഷൻ അവർ റേറ്റ് കാണുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക? 400. എത്ര? സെറ്റപ്പ് ടൈം 400. ഓക്കെ അല്ലേ? 400 ഡിവൈഡ് ചെയ്യേണ്ട, ഒരു ഹവറിൻ്റെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒക്കെ ചെയ്തിട്ട് ഡിവൈഡ് ബൈ 400 എടുക്കുക. അങ്ങനെ പഠിപ്പിക്കുക നിങ്ങളെ അല്ലേ? ടോട്ടൽ ചെയ്തിട്ട് 400 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പഠിപ്പിക്കും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ കിട്ടും, സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ. ഒന്നുമില്ല ഞാൻ എൻ്റെ ഇതിലൊന്ന് സെറ്റ് ചെയ്ത്. ഓപ്പറേഷൻ ടൈമിൽ ഏതുണ്ടാവും? കറണ്ട് ബില്ലുണ്ടാവും. സംശയമില്ലല്ലോ? അതേപോലെ വേറെ ഏതെങ്കിലും കോസ്റ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഫാക്ടറി റെന്റ് ഓപ്പറേഷൻ സമയത്ത് ഉണ്ടാവുമോ? ഫാക്ടറി റെന്റ് സെറ്റപ്പ് സമയത്തുണ്ടാ? പിന്നെ ഉണ്ടാവില്ലേ? ഓണർ വന്നാൽ പറയാം, എന്താ ഞങ്ങൾ സെറ്റപ്പിന് വേണ്ടി ഇത്ര മണിക്കൂർ ഇതാക്കി, അപ്പത്തെ റെന്റ് തരില്ലട്ടാന്ന് പറയാൻ പറ്റുമോ? അടുത്ത് ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് ഉണ്ടാവൂലേ? അല്ലേ? അടുത്തേതാ? സൂപ്പർവിഷൻ. പിന്നെ ഏതാ? റിസർവ് ഇക്വിപ്മെന്റ് ഫോർ മിഷൻ ഒക്കെ ഉണ്ടാവും. പിന്നെ ഇല്ലാത്തൊരു സാധനം ഏതാ? കറണ്ട് ബില്ലില്ല. വേജസിൽ വ്യത്യാസമുണ്ട്. യെസ് വേജസിൽ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? മെഷീൻ റൺ ചെയ്യുമ്പോൾ 2 മറ്റടുത്ത് എത്ര ഉള്ളൂ? 1 ഉള്ളൂ. അപ്പം അതിൽ വ്യത്യാസം ഉണ്ടോ? ഓക്കെ അല്ലേ? അപ്പം ഇതിൽ ഏതിലാവും കോസ്റ്റ് കൂടുക? സെറ്റപ്പിലാണോ മെഷീൻ റൺ ചെയ്യുമ്പോഴാണോ? മക്കളെ എനിക്ക് മനസ്സിലായില്ലേ? നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇതാ മാഷ് ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാണ്. അയ്യോ ഇത് കിട്ടില്ലല്ലോ. സെറ്റപ്പ് ഹവേഴ്സ് കണ്ടില്ലേ? അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? മിഷൻ ഹവർ റേറ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. അതേപോലെ ഓപ്പറേഷൻ ടൈമിൻ്റെയും കൂടെ മിഷൻ ഹവർ റേറ്റ് എന്ത് ചെയ്യണം? എന്താ മിഷൻ ഹവർ റേറ്റ്? 1 മണിക്കൂർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റേറ്റ്. അപ്പം ഇത് രണ്ടും ഒന്നാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇതിലേതാവും കൂടുതൽ? ഓപ്പറേഷൻ ആവുമെന്ന് വിചാരിക്കുക. പക്ഷെ വേറെ പ്രശ്നമുണ്ട്. ഒരെണ്ണം ഇവിടെ എവിടെ ഇല്ല? ഒരെണ്ണം സെറ്റപ്പിലില്ല. ഏതാണ്? പവർ. അതിന് പകരം അപ്പോൾ കോസ്റ്റ്. അപ്പോൾ ഏതിൽ കുറഞ്ഞു? സെറ്റപ്പിൽ കുറഞ്ഞു എന്ന് മനസ്സിലായി. അപ്പുറത്ത് ഒരെണ്ണത്തിൻ്റെ കോസ്റ്റ് എവിടെ കൂടുതലാണ്? വേജസ് എവിടെ കൂടുതലാണ്? സെറ്റപ്പിൽ കൂടുതലാണ്. അപ്പോൾ നമുക്ക് അറിയില്ല, ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അല്ലെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുക? നോർമലി സെറ്റപ്പിലാണ് സമയം എന്ത് ചെയ്യുക? അല്ല കോസ്റ്റ് കുറവെന്നാണ് വിചാരിക്കുക. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. ജസ്റ്റ് ഹിൻ്റാണ്. പറഞ്ഞുതരാം, ഞാൻ ആ വിഷയങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ക്വസ്റ്റ്യൻ കുറിച്ച് ഇലാബറേറ്റ് ഡിസ്കസ് ചെയ്ത് അത്രേ ഉള്ളൂ. ഇനി മക്കൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു തരണം എനിക്ക് കേട്ടോ. മിണ്ടാതിരിക്കരുത് പ്ലീസ്. ഓക്കെ അല്ലേ?
അപ്പം ഞാൻ ഒരു പണി ചെയ്യട്ടെ. നമ്മളവിടെ പ്രധാനപ്പെട്ട സാധനം ഏതാ? എക്സ്ക്യൂസ് മീ, അത് വേണ്ട, ഒരു 1 2 എന്നല്ല പറഞ്ഞുള്ള നമ്പർ 1 പറയും. കമ്പ്യൂട്ടേഷൻ ഓഫ്, മക്കളെ പറയടാ, കമ്പ്യൂട്ടേഷൻ ഓഫ് ഏതാണ്? മിഷൻ ഹവർ റേറ്റ്. എന്നിട്ട് നമുക്ക് 2 കോളം കൊടുക്കാം, ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാം. ഇവിടെ ഒരു കോളം, ഇവിടെ മറ്റൊരു കോളം, 2 കോളം പറഞ്ഞിട്ട് 3 ഇട്ട് അല്ലേ? അത് പർട്ടിക്കുലറാണ്, ഞാൻ ഉദ്ദേശിച്ച എമൗണ്ടേ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കാണുക? മിഷൻ ഹവർ റേറ്റ്. ഇവിടെയും കാണാൻ എന്താണ്? മിഷൻ ഹവർ റേറ്റ്. ഒന്ന് ഏതാണ്? വെൻ സെറ്റപ്പ്, വെൻ മിഷൻ ഈസ് ഇൻ ഏതാണ്? എന്നാലും കുഴപ്പമില്ല. ഓക്കെ അല്ലേ? അടുത്തേതാ? വെൻ മിഷൻ ഈസ് ഇൻ സെറ്റപ്പ്, അല്ലെങ്കിൽ അണ്ടർ സെറ്റപ്പ്, എന്തായാലും അവിടെ. ഓക്കെ അല്ലേ? രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാമല്ലേ? ഇങ്ങനെ കമ്പയർ ചെയ്തിട്ടല്ലേ നല്ല? ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെ ഇക്വേഷൻ എന്താ ആദ്യം അത് മനസ്സിലായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും. നമ്മളിപ്പോൾ മിഷൻ അവർ റേറ്റ് കാണാൻ എന്താ ഇക്വേഷൻ? എന്താ? ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഏതാണ്? മിഷൻ ഹവേഴ്സ്. ഓക്കെ അല്ലേ? നമ്മളിപ്പോൾ തന്നെ എന്ത് ചെയ്യണം? ഓരോന്നിനും ഇതുപോലെ ചെയ്താണ്. ഓരോ കോളത്തിലും നമ്മൾ അപ്പം ചെയ്തു പോകണം. ദാറ്റ് വുഡ് ബി നൈസ്. ഓക്കെ അല്ലേ? മനസ്സിലായില്ല? നമ്മൾ ടോട്ടൽ ഓവർ ഹെഡ് ഇങ്ങനെ കണ്ടിട്ട് ഇവിടെ വന്ന് എഴുതിയിട്ട് ഡിവൈഡഡ് ബൈ മിഷൻ അവർ അല്ല ചെയ്യുന്നതെന്ന്. ഇതേ ഇക്വേഷൻ ഓരോന്നും പർട്ടിക്കുലർ ഐറ്റം വൈസ് നമ്മൾ എന്ത് കണ്ടുവരാണ്? ഫോർ എക്സാമ്പിൾ റെൻറ്റ് കാണുമ്പോൾ തന്നെ ഡിവൈഡ് ബൈ മിഷൻ അവർ അടിക്കണം. ഡിപ്രീസിയേഷൻ കാണുമ്പോൾ ഡിവൈഡ് ബൈ ഏതടിക്കാം? മിഷൻ അവർ അടിക്കണം. കുഴപ്പമില്ലല്ലോ? കിട്ടിയില്ല? ഓക്കെ. എന്നാ പറയട്ടെ, ഫസ്റ്റ് ആയിട്ട് ഏതാ? ഫസ്റ്റ് ഐറ്റം ഓരോന്ന് ക്വസ്റ്റ്യൻ എടുത്ത് പറഞ്ഞതാ. നമുക്കിതിൽ 2 ആയിട്ട് നമ്മൾ തരം തിരിച്ചിട്ടില്ലേ? ഒന്ന് ഏതാണ്? സ്റ്റാൻഡിങ് ചാർജ്, മറ്റേതാണ്? മിഷൻ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് എഴുതാം? സ്റ്റാൻഡിങ് ചാർജ് എഴുതാം. ഓക്കെ അല്ലേ? പിന്നെ അടിയിൽ ഇവിടെ ഇപ്പം തന്നെ എഴുതാം മിഷൻ എക്സ്പെൻസ്. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് ഏതാ ക്വസ്റ്റ്യൻ? കറക്റ്റ് ക്വസ്റ്റ്യൻ പോരെ? എന്താടേ ഫസ്റ്റ് ഐറ്റം ക്വസ്റ്റ്യൻ ഏതാ? കോസ്റ്റ് ഓഫ് ദ മിഷൻ. അപ്പോൾ ഡിപ്രീസിയേഷൻ അല്ലേ ഫസ്റ്റ് ഐറ്റം? എഴുതട്ടെ. ഫസ്റ്റ് ഐറ്റം നമ്പർ 1 മിഷൻ എക്സ്പെൻസ് ആണത്. ഡിപ്രീസിയേഷൻ എത്രയാണ്? ഡിപ്രീസിയേഷൻ്റെ കാൽക്കുലേഷൻ വരാം 50,000 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ എത്ര വരും? 5,000. ഓക്കെ അല്ലേ? ക്ലിയർ? മെഷീൻ റൺ ചെയ്യുമ്പോഴല്ലേ ഡിപ്രീസിയേഷൻ വരുള്ളൂ. നോട്ട് ചെയ്യണം കേട്ടോ, നോട്ടുകളായിട്ട് തരാം. നോട്ട് നമ്പർ ഏതാ? 1. അത് നിങ്ങൾ എൻ്റെ കൂടെ എഴുതണം. ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് തരാം. ഇപ്പോൾ എഴുതി വെച്ചോളൂ, പിന്നെ കാക്കണ്ട. അല്ല അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കി തരാം. എത്രയാണ് അപ്പോൾ ഇതിൻ്റെ? ഞാൻ ഇതിൽ ഈ 5,000 ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എത്ര കൊണ്ടാ? 10. ഇനിയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 50,000 ഡിവൈഡ് ബൈ 10 നോർമൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഏതാണ്? യൂസ്ഫുൾ ലൈഫ്. അതാണ് സംഭവം. അത് കഴിഞ്ഞ് ഡിപ്രീസിയേഷൻ കിട്ടി. ഇത് പെർ ആനല്ലേ? അല്ലേ? ഓക്കെ. ഇത് ഈ മെഷീൻ്റെ തന്നെ ആവുമല്ലോ അല്ലേ? അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഓൾ മെഷീൻ തരണ്ടേ? ഓൾ മെഷീനാണെങ്കിൽ ഇങ്ങനെയല്ല കാൽക്കുലേറ്റ് ചെയ്യുക. ആദ്യം ഇത് എന്ത് ചെയ്യണം? ഈ 5,000 എത്ര മെഷീൻ ഉള്ളതാണ്? 25 എണ്ണത്തിന്. അപ്പോൾ 1/25 എടുക്കണം. ഇവിടെ അതിൻ്റെ ആവശ്യമില്ലല്ലോ, സ്പെസിഫിക് അല്ലേ? ഈ ഒരെണ്ണത്തിനാന്നുള്ളത്. അപ്പോൾ അത് പ്രശ്നമില്ല. എൻ്റെ ചോദ്യം ഇതാണ്, ഇതിൻ്റെ ഹവർ റേറ്റ് കാണുമ്പോൾ, ഇപ്പോൾ മെഷീൻ ഹവർ റേറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ മെഷീൻ ഹവേഴ്സ്. ഇവിടെ എത്ര എടുക്കേണ്ടതെന്നാണ് എൻ്റെ ചോദ്യം. 5,000 ഡിവൈഡഡ് ബൈ, ഇവിടെ 2 ടൈപ്പ് മെഷീൻ ഹവർ തന്നിട്ടുണ്ട്. റണ്ണിങ് ഹവർ ഞാൻ കൊപ്ര ആട്ടുന്ന സമയത്ത് 3,600. സെറ്റപ്പ് ആദ്യം സെറ്റപ്പാണ് വരിക. എത്രയാണ്? 400 ഹവേഴ്സ്. കണ്ട ടോട്ടൽ എത്ര വരും? 4,000 ഹവേഴ്സ്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ 5,000 ഞാൻ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 4,000 ആണോ 3,600 ആണോ? 4,000 അല്ലേ? നമ്മൾ ഓൾറെഡി ഇത് എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്തത്? ഇവിടെ
മിഷൻ എക്സ്പെൻസ്. മിഷൻ എക്സ്പെൻസിൻ്റെ മീനിങ് എന്താ? മിഷൻ എക്സ്പെൻസ് വിൽ ഇൻകർ വൈൽ റണ്ണിങ് ദ മിഷൻ. ഇതാണ് നോട്ട്. ഏതാ പറ. മിഷൻ എക്സ്പെൻസ് വിൽ ഇൻകർ വൈൽ റണ്ണിങ് ദ മിഷൻ. ഓക്കെ അല്ലേ? വിച്ച് മീൻസ് ഡിപ്രീസിയേഷൻ ഈസ് അപ്ലിക്കബിൾ ടു എത്രയാണ്? 3600 ഹവേഴ്സ്. കംഫർട്ടബിൾ അല്ലേ? സെറ്റപ്പിൻ്റെ സമയത്ത് മെഷീൻ റൺ ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ ഡിപ്രീസിയേഷൻ വരുമോ? ഇല്ല. അപ്പോൾ ഈ 5000 എത്ര മണിക്കൂറിനുള്ളതാ? 3600 സെറ്റല്ലേ? ഓക്കെ. ഡിവൈഡഡ് ബൈ എത്രയാണ്? 3600 എത്ര വരും? 1.38. റൗണ്ട് ചെയ്തിട്ടാ? 38 റൗണ്ട് ചെയ്തിട്ട് 1. ഓക്കെ അല്ലേ? ക്ലിയർ? ഞാൻ അപ്പുറത്ത് ഇപ്പം ഞാൻ കൺഫ്യൂസ്ഡ് ആക്കില്ല. അപ്പുറത്ത് അവിടെ നിൽക്കട്ടെ കേട്ടോ. രണ്ടാമത്തെ കോളം അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇതൊന്ന് സെറ്റാക്കിയിട്ട് അതിലേക്ക് പിന്നെ പോവാം. ഓക്കെ അല്ലേ? മേയ് ആർക്കും ഡൗട്ട്? ചില 4000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പ്രശ്നം ഉണ്ടാവരുത് ആരും. അതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് പറയുന്നത്? മിഷൻ എക്സ്പെൻസ്, മിഷന് പ്രപ്പോർഷൻ. ഈ നോട്ട് എഴുതിക്കോ, പിന്നെ എഴുതിയാൽ മതി. ഒക്കെ കൂടെ കഴിഞ്ഞിട്ട് എന്നായിക്കോട്ടെ. എന്നാൽ ഫോക്കസ് സെറ്റ്. അടുത്ത ഏതാ? എല്ലാവരും അവരുടെ ക്വസ്റ്റ്യൻ നോക്കണേ, ശ്രദ്ധിച്ചിരുന്നോട്ടാ. അപ്പോൾ എളുപ്പമാവും, അല്ലെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും ഈ പ്രോബ്ലം. ശ്രദ്ധിക്കും, കോമൺ സെൻസ് ആണ്. അടുത്തേതാ? ഫാക്ടറി റെൻറ്റ്. ഒന്നും നോക്കാമല്ല. ഏത്? സ്റ്റാൻഡിങ്ങിലല്ലേ? സ്റ്റാൻഡിങ്ങിൽ ഒന്നാമത്തെ ഐറ്റം അല്ലേ? പറഞ്ഞേ. ഫാക്ടറി റെൻറ്റ് എത്ര എമൗണ്ട് വരുന്നു? ഫാക്ടറി റെൻറ്റ് 50,000. 50,000 പറഞ്ഞാൽ ഫാക്ടറിയുടെ മൊത്തം റെൻ്റ് അല്ലേ? ഈ മെഷീൻ ഇരിക്കുന്ന സ്ഥലം 3000 സ്ക്വയർ ഫീറ്റ് അല്ലേ? ഔട്ട് ഓഫ് എത്രയിൽ? 80,000. അപ്പോൾ ഇൻറ്റു 3000 ഡിവൈഡഡ് ബൈ എത്രയാണ്? 80,000. ഓക്കെ അല്ലേ? ഞാൻ ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട് ഈ 3 0 കൊണ്ട് വെട്ടട്ടെ. അപ്പോൾ ഇനി ചെയ്യുമ്പോൾ 3/8 പോരെ? 3/80 എത്ര വരും? 1005 ഡിവൈഡഡ് ബൈ നമ്മളെന്താ വെയ്യേ? നിങ്ങൾ പറയും. ഫാക്ടറി റെൻ്റ് കൊടുക്കുമ്പോൾ ഓക്കെ അല്ലേ? ആര് വന്നു? ഓണർ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത്? 4000 മണിക്കൂറാണ് മൊത്തത്തിൽ ഞങ്ങൾക്ക് വേണ്ടി വരിക പ്രൊഡക്ഷന്. 400 ആദ്യം എന്ത് വേണം? സെറ്റപ്പ് ക്ലീൻ ചെയ്യാൻ. പിന്നെ 3600 എന്ത് വേണം? പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും പ്രൊഡക്ഷൻ എത്ര നടക്കുന്നുള്ളൂ? 3600 അപ്പോൾ അതിനനുസരിച്ച് പൈസ തന്നാൽ മതിയോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ അല്ലേ? റെൻ്റ് എപ്പോഴുള്ളത്? മൊത്തം ഹവേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡിവൈഡ് ബൈ എത്ര അടിക്കണം? 4000. കിട്ടിയില്ലേ? അപ്പം ഇനി ഒരു കോൺസെപ്റ്റ് പറഞ്ഞേ. സ്റ്റാൻഡിങ് ചാർജൊക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര എടുക്കുക? 4000 എടുക്കുക. ഓക്കെ. എത്ര വരും? 0.47. അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങളെടുത്ത് പറയണം, നിങ്ങൾക്ക് അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡഡ് ബൈ ചെയ്യുന്നുണ്ട്. ഓരോന്ന് 1/1. ഇതാണ് ഈ ഇക്വേഷനാണ് ഈ ഇക്വേഷൻ. ക്ലിയർ ആണോ? ഇനി അല്ലാതെ ടോട്ടൽ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ. യെസ്. അപ്പോൾ അതിലേക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അത് 0.47 കറക്റ്റാണോ? റൗണ്ടഡ് ആണോ? റൗണ്ട് ചെയ്താൽ ഓക്കെ. അടുത്തായിട്ട് ഏതാ? നമ്പർ 2. വേഗം പറയും മക്കളെ. ഹീറ്റിംഗ് ആൻഡ് എത്രയാണ്? ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് 40,000 ഇൻറ്റു എത്ര തന്നെ? 3/8 അല്ലേ? ഓക്കെ അല്ലേ? 1500 ഡിവൈഡഡ് ബൈ എത്ര ഉണ്ടെങ്കിൽ സംശയമല്ല. എത്ര തന്നെ? 4000. എത്ര വരും? 0.375. എന്നായിക്കോട്ടെ. ഒരു 3 ഡിജിറ്റൊക്കെ ഇട്ടോ. മുകളിലത്തെ എത്ര വരിക? 0.47. ലാസ്റ്റ് റൗണ്ട് ചെയ്യുക. ഇങ്ങനെ ഈ റൗണ്ട് ചെയ്യുക വരുമ്പോൾ ഓരോ പോയിന്റ് വരുമ്പോൾ റൗണ്ട് ചെയ്യരുത്. ഒരു 4 ഡിജിറ്റൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടോ, കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞ നാളെ. അപ്പോൾ മുകളിലത്തെ 0.47 666 468 അത്ര അല്ലേ? അപ്പോൾ അങ്ങനെ ഫുള്ള് പറഞ്ഞു കേട്ടോ. മൂന്നാമത്തെ ശരിയായി എപ്പോഴും 75 അല്ലേ? ഇപ്പോൾ റെഡി അല്ലേ? ഓക്കെ. ദെൻ അടുത്ത് പറയും. ക്വസ്റ്റ്യൻ നോക്ക്. അവനവൻ്റെ ക്വസ്റ്റ്യൻ നോക്കി പറയണം കേട്ടോ. സൂപ്പർവിഷൻ. ഓക്കെ അല്ലേ? സൂപ്പർവിഷൻ എത്ര രൂപ? 1,00,000. ഓക്കെ അല്ലേ? സൂപ്പർവിഷൻ നമ്മൾ ഇത് നോക്കേണ്ട ആവശ്യമുണ്ടോ?
ഹവർ നോക്കണം. ഹവർ ഡിവൈഡ് ചെയ്യണം വേണം. എത്രയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെ പറയാം? 1,50,000 എത്ര എണ്ണത്തിന് വേണ്ടിയിട്ടാണ്? 25 എണ്ണം. അപ്പോൾ ഇതിനുള്ളത് മാത്രം പറയൂ. 1/25 എത്ര വരും? 6,000 ഡിവൈഡഡ് ബൈ എത്ര? 4,000. 1. എത്ര അല്ലേ? ക്ലിയർ? നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടോ അറിയില്ല. മാത്സിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. നമുക്കിപ്പോൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതാ 1.5 അല്ലേ? കണ്ടില്ലേ? ഓക്കെ, രസം ഇത്രേ ഉള്ളൂ. സെയിം തന്നെയാണ്. ഞാൻ ഇത് കണ്ടില്ലേ, പോയിന്റ് ഇട്ടിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പ്ലാനറ്ററി, അത്രേ ഉള്ളൂ. 4ാമത് ഏതാ? അടുത്ത സാധനം പറയൂ. റിസർവ് ഇക്വിപ്മെൻറ്റ് അല്ലേ? അത് റിസർവ് ഈ ഇക്വിപ്മെൻ്റ് തന്നെയല്ലേ പറഞ്ഞല്ലേ? റിസർവ് ഓഫ് മിഷൻ. ഓക്കെ അല്ലേ? എത്ര? എമൗണ്ട് 5,000 ഡിവൈഡ് ബൈ എത്ര അടിച്ചാൽ മതി? 4,000. എത്ര വരും? 1.25. ഓക്കെ, ഇനി അടുത്ത് ഏരിയ കഴിഞ്ഞ് റിസർവ് കഴിഞ്ഞ് ഇനി അടുത്തതാ വേജാ. ശ്രദ്ധിക്കണം കേട്ടോ. പോയിന്റ് നമ്പർ ഏതാണ്? 2. വേജ്. നമുക്ക് എന്താ കാണേണ്ടത്? നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് തന്നെ ഏതാണ്? പെർ അവർ ആണ്. ഇതൊക്കെ നമ്മൾ കാണുന്നത് ഏതാണ്? ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഏതാണ്? പെർ അവർ. വളരെ ഇമ്പോർട്ടൻ്റ്. അത് എഴുതി വെക്കുമ്പോൾ കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എഴുതുമ്പോൾ തന്നെ എങ്ങനെ എഴുതുന്നത്? പെർ അവർ, പെർ അവർ, പെർ അവർ. ഓക്കെ അല്ലേ? പറയണം മക്കളെ. വേജ് എത്ര റുപ്യാണ്? നല്ലോണം പറഞ്ഞു. 24 റുപ്യാണ്. 24 റുപ്യാണ് പെർ ഡേ. അപ്പോൾ ഒരു മണിക്കൂറിന് എത്ര വരും? 8 ഡിവൈഡ് ചെയ്ത് 8 അവേഴ്സ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ എത്ര റുപ്യ? ഞാൻ ഇവിടെ 3 എഴുതട്ടെ? പോണോ? അപ്പം എന്ത് ചെയ്ത് ആന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, 3 എഴുതട്ടെ. അപ്പം എഴുതണ പറയണ എന്താണ്? ഇന്ന് പോയാ ജിമ്മിന് പോയാ? ചാവടെ പോയിട്ട് ബുദ്ധിമുട്ടാക്കണ്ട. ഒരു ഇതല്ലേ അതിന് കൊല്ലുക എന്നുള്ളത്. നിങ്ങൾ നെഗറ്റീവ് ആളുകൾ പറയുന്നത്. ഞങ്ങൾ കെയറിങ് എന്ന് പറയാം. കെയറിങ്. ഒരു സ്ഥലത്ത് പോയിട്ട് നന്നായി ശ്രദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യാണ്? കൊല്ലുക എന്ന് പറയാം. ഏതറാ? ഞാൻ പ്രത്യേകം പറഞ്ഞു നമ്മുടെ കുട്ടികളാണ്. 1,500 റുപ്യ ലാഭമാക്കി കൊടുത്തുന്നല്ലേ? അഡ്മിഷൻ ഫീ 500 വെച്ച ഒരാൾക്ക് വേണ്ട, ഒഴിവാക്കാൻ. ഞാൻ പറഞ്ഞു ഇക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അറിഞ്ഞപ്പോൾ വരെ ഓക്കെ. സന്തോഷം. ചെക്കന്മാരല്ലേ, പഠിക്കണ ചെക്കന്മാരെ അറിഞ്ഞു. ഓക്കെ അല്ലേ? പഠിക്കണ വെറുതെ നുണ പറഞ്ഞാണ്. ഇവിടെ ഞാൻ 3 എഴുതിയോണ്ട് നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ മക്കളെ? ഞാനാണ് പണിക്കാരൻ. എനിക്ക് 24 രൂപ ഒരു ദിവസം കിട്ടുന്നത്. 8 മണിക്കൂറാണ് ഞാൻ പണിയുന്നത്. അപ്പോൾ എനിക്ക് 1 മണിക്കൂറിന് എത്ര രൂപ തരും? 3. ഞാൻ 1 മണിക്കൂറിൽ 1 മെഷീനല്ലല്ലോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അല്ല, എപ്പോൾ ഞാൻ 2 മെഷീൻ ഓപ്പറേറ്റ് ചെയ്യും? മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് 2 അല്ലേ? അപ്പോൾ 1 മെഷീൻ എത്രയേ വരുള്ളൂ? 1/, എന്താണ് നിങ്ങളിങ്ങനെ 1/5 ഓക്കെ 1/2. മനസ്സിലായില്ലേ ക്വസ്റ്റ്യനിൽ? ഇനി ഡൗട്ടുള്ളവർക്ക് കാണിച്ചു തരണ ക്വസ്റ്റ്യൻ അടുത്ത് വന്ന് കാണിച്ചു തരും നിങ്ങളുടെ നോട്ടിൽ. എത്ര വരാം? 1. അപ്പുറത്ത് ഇപ്പം തന്നെ വെറുതെ എഴുതിയാലോ ഒരു രസമല്ലേ? അപ്പുറത്ത് എത്ര എഴുതാം? എനിക്ക് 1 മണിക്കൂറിൽ 1 മെഷീനല്ലേ ചെയ്യാൻ പറ്റുള്ള? ഒന്നല്ല, 1 സെറ്റപ്പിൽ 1. ഓക്കെ, അപ്പോൾ എത്ര വരും? 3 വരും. ഓക്കെ അല്ലേ? അവിടുത്തെ കാൽക്കുലേഷൻ എഴുതി തരാം. 24 ഡിവൈഡഡ് ബൈ 8. ഒന്നുമില്ല, വേറെ ഒന്നുമില്ല, അത്ര തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മറ്റിടത്തേക്ക് എത്രയാണ്? ഇവിടേക്ക് 2 മെഷീൻ വർക്ക് ഇതാക്കാൻ പറ്റും. അപ്പോൾ 2 മെഷീനാണ് എനിക്ക് എത്ര തരുന്നത്? 3 റുപ്യ ഒരു മണിക്കൂറിന് തരുന്നത്. അപ്പോൾ 1 മെഷീൻ എത്ര? 1.5 റുപ്യ. അപ്പുറത്ത് ഞാൻ സെറ്റപ്പിൻ്റെ സമയത്ത് ഒരെണ്ണത്തിൻ്റെ മുകളിൽ തന്നെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എത്ര റുപ്യ എനിക്ക് തരണം? 3 റുപ്യ ഫോർ 1 മെഷീൻ. ഇവിടെ 3 റുപ്യ ഫോർ 2 മെഷീൻ. അത്രേ ഉള്ളൂ. അപ്പോൾ വെറുതെ എഴുതി ബോണസ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ മക്കളെ. അടുത്ത പോയിന്റ് ഏതാ? കഴിഞ്ഞില്ലല്ലോ. എസ്റ്റിമേറ്റഡ് പ്രൊഡക്ഷൻ അവർ അത് നമ്മൾ പറഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ?
വെറുതെ പറയല്ലേ. നോക്കി പറ. പവറില്ലേ നിങ്ങൾക്ക്? കറണ്ട് വേണ്ടേ? പവർ ഏതിലാ വരാ? മിഷൻ എക്സ്പെൻസ് അല്ലേ? മിഷൻ ഉപയോഗിച്ചാലല്ലേ. അപ്പോൾ രണ്ടാമത്തെ അസംഷൻ നോട്ട് നമ്പർ 2 എന്താ? പവർ വിൽ പറയൂ കൺസ്യൂം വൈൽ എപ്പോൾ റണ്ണിങ് ദ മിഷൻ റൺ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? യെസ്, അത് നോട്ടാണ്. ഈ നോട്ട് എവിടെ കൂട്ടിയിട്ടുണ്ട്? നമ്പർ 1 3600 ഇട്ട് ഇവിടെ നോട്ട് നമ്പർ ഏതാ? 1. ഇനി നോട്ട് നമ്പർ 2 എവിടെയാ? അതിനിപ്പോൾ പറയണല്ലേ. മൂന്നാമത്തെ ഏതാണ്? പവർ. നോട്ട് നമ്പർ ഏതാ? 2. ഒക്കെ കോട്ട് ചെയ്യാം. പവർ എത്ര റുപ്യ? 50 പൈസ അല്ലേ പെർ അവർ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചു പറയണം. ഓക്കെ, എവിടെ പവർ ഉള്ളൂ? സെറ്റപ്പിൽ പവർ ഇല്ലാത്തതിൻ്റെ കാരണം നോട്ട് നമ്പർ ഏതാ? 2. നോട്ട് നമ്പർ 2 അവിടെ എഴുതിയാൽ മതി അല്ലേ? അല്ലടാ, ഇവിടുത്തെ എങ്ങനെ പവർ കാണാം? പവർ വരട്ടെ. എത്രയാ? 3. പവർ എങ്ങനെ തന്നുള്ളത്? 0.50 പെർ അവർ. ഈ ഹെഡിങ്ങിന്റെ പേരെന്താ നമ്മൾ പറഞ്ഞു? പെർ അവർ അല്ലേ? അപ്പം ഇനി ഒന്നും ചെയ്യണ്ട, അവിടെ എഴുതിയാൽ മതി. നിങ്ങൾ എന്തൊക്കെ കാൽക്കുലേഷൻ ചെയ്തു അല്ലേ? അപ്പം എന്നാ കഴിഞ്ഞു. എല്ലാം ആയില്ലേ? ആയി. ഏത് കിട്ടി? ഫസ്റ്റത്തെ കിട്ടി. ടോട്ടൽ ഇത് പറയും. ഒരു മണി ഇതാ ഇവിടെ ഒരു ടോട്ടൽ ഏതാണ്? സ്റ്റാൻഡിങ് ചാർജ് എത്ര വരും പറയും? 3.59. പിന്നെ അടുത്ത ഏതാ? ടോട്ടൽ ഏതാ? മിഷൻ എക്സ്പെൻസ് 3.39. ഇനി ആകെ മൊത്തം ടോട്ടൽ മിഷൻ ഹവർ റേറ്റ് എത്ര വരും? ഇതിന് നമുക്ക് എവിടെ എ എന്നിടാം, ഇതിന് ഏതിടാം? ബി എന്നിടാം. അപ്പോൾ എത്ര വരും? 6.98 പെർ ഹവർ. വൈൽ എപ്പോഴത്? വൈൽ റണ്ണിങ്. ഓക്കെ അല്ലേ? റണ്ണിങ്. ഓക്കെ അല്ലേ? കംഫർട്ടബിൾ അല്ലേ? ഇനി അപ്പുറത്തേക്ക് പോയാലും വളരെ എളുപ്പമാടാ. നോക്ക്. അപ്പം വീണ്ടും ഞാൻ പറയട്ടാ, ഇവിടെ നിങ്ങൾ ഇതൊക്കെ കണ്ടുള്ള ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാ? സ്റ്റാൻഡിങ്ങിന് ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും? 4000 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? പിന്നെ മിഷൻ എക്സ്പെൻസിന് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും? 3600 കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇവിടെ ഒന്നും ഡിവൈഡ് ചെയ്തില്ലോ? ഇവിടെ ഓൾറെഡി ഹവറിലല്ലേ തന്നുള്ളേ? ടോട്ടൽ തരുമ്പോഴല്ലേ ഡിവൈഡ് ചെയ്യേണ്ടുള്ളൂ. ഇനി ഡിവൈഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു പണിയാ. 1.50 ഇൻറ്റു എത്ര അടിക്കുക? 3600 അടിക്കുക. അപ്പോൾ ടോട്ടൽ കിട്ടും. എന്നിട്ട് ഡിവൈഡഡ് ബൈ വീണ്ടും അടിക്കുക. എത്ര? 3600. അപ്പോൾ എത്ര കിട്ടും? 1.50. അല്ല, ചില ആളുകൾക്ക് അങ്ങനെ വേണ്ടി വരും. ഓക്കെ അല്ലേ? മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്, കളിയാക്കാൻ പറഞ്ഞല്ലോ കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ പെർ അവറുള്ള സാധനം അവിടെ തന്നെ കിടന്നോട്ടെ. അപ്പുറത്തേക്ക് വരാം. ഫോക്കസ്. ഞാൻ തുടച്ചുകൊണ്ടിരിക്കുക മിഷനെ. സെറ്റപ്പ്. ഓക്കെ, സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് അപ്പോഴും 1 മണിക്കൂറിന് എന്ത് വരും? ഫാക്ടറി റെൻറ്റ് വരില്ലേ? വരും. എത്ര വരും? 0.468 വരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഇല്ലല്ലോ? നിങ്ങൾക്ക് ഡൗട്ട് ക്ലാരിറ്റി വേണമെങ്കിൽ ഈ റൺ ചെയ്യുന്ന സമയത്ത് മൊത്തം എത്ര സമയം എടുക്കും? 4000. അപ്പം അതിൻ്റെ ടോട്ടൽ എങ്ങനെ കിട്ടുക? 4000 ഇൻറ്റു 0.468, അതോ 1875 കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ എങ്ങനെ കിട്ടുക? 0.468 ഇൻറ്റു 400 എത്ര വരും? എത്ര? 187.2 ഡിവൈഡഡ് ബൈ എത്രയാണ്? 400 അടിച്ചാലാണ് ഇത് വരിക. ഇതെങ്ങനെ കിട്ടുക? 1875 ഡിവൈഡ് ബൈ 4. കുട്ടികൾക്ക് ഞാൻ ചോദിക്കുകയാണ്, ഇത് പ്രോബ്ലം ചെയ്തിട്ട് കുട്ടികൾ ഏറ്റവും കൂടുതൽ ഡൗട്ട് ചോദിക്കുന്ന സാധനം, സാർ റൺ ചെയ്യുന്ന സമയത്തും അല്ലാത്തപ്പോഴും ഒരേപോലെയാണോ കോസ്റ്റ്? പെർ അവർ കോസ്റ്റ് എന്താണ്? സെയിം ആണ്. പെർ അവർ എന്താണ്? കത്തിയില്ല. പെർ അവർ എന്താണ്? സെയിം ആണ്. ഓക്കെ അല്ലേ?
ഇനിയിപ്പോൾ കത്തിയില്ലെങ്കിലും പറയാനില്ല, അത്രയും പറഞ്ഞതുണ്ട്. പെർ ഹവർ എന്താണ് സെയിം ആണ്, പക്ഷേ ഏതാ മാറ്റമുള്ളത്? ടോട്ടൽ എന്ത് ചെയ്യും? മാറും ഹവറിനനുസരിച്ച്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ എഴുതിയോണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. യെസ്. ഇനി ഇവിടെ ഒക്കെ അങ്ങനെ തന്നെ വരിക. 0.375 പിന്നെ 1.500 പിന്നെ 1.250, ആകെ മൊത്തം ടോട്ടൽ 3.59. പിന്നെ ഡിപ്രീസിയേഷൻ്റെ എന്ത് മാറ്റം ഉണ്ടാവും? ശ്രദ്ധിച്ചു പറഞ്ഞാൽ മതി. ഡിപ്രീസിയേഷൻ എവിടെ? സെറ്റപ്പ് സമയത്ത് ഡിപ്രീസിയേഷൻ സംഭവിക്കുമോ? ഇല്ല. ഉറപ്പാ? നല്ല ശ്രദ്ധിച്ചു പറഞ്ഞാൽ തുടക്കുമ്പോൾ ഡിപ്രീസിയേഷൻ ഇല്ല. പവർ ഇല്ല എന്ന് പറഞ്ഞില്ലേ? വേറൊരു ഇന്റർപ്രിട്ടേഷനും ഞങ്ങൾ പറയണോ? അവരെ ഞാൻ കാത്തുക്കും. ചിന്തിച്ചാൽ മതി. ടൈമിൻ്റെ വയസ്സിൽ, പക്ഷെ ഇവിടെ ടൈമിൻ്റെ വയസ്സിലാന്ന് പറഞ്ഞില്ലല്ലോ. 5000 ഇവിടെ ഉള്ളത്. 3600 വെച്ച് ഇതിൽ സ്പ്രെഡ് ചെയ്യണമെന്ന് ചോദിക്കുന്നു. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ 3600 എടുത്തുകൊണ്ട് നിങ്ങൾ 400 ഒഴിവാക്കാനുള്ള ഒരു ഇതില്ലട്ടാ. അങ്ങനെ വിചാരിക്കരുത്. അത് ഡിപ്രീസിയേഷൻ്റെ പെർ അവർ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്? ഏതൊഴിവാക്കിയത്? 400. ഓക്കെ അല്ലേ? നിങ്ങൾ ഈ 3600 എടുത്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെയൊക്കെ എത്ര എടുത്ത്? 4000 എടുത്ത്. അതുകൊണ്ടാണോ നിങ്ങൾ ചെയ്യുന്നത്? അതായിരിക്കും നിങ്ങളുടെ ചിന്തകൾ വരും. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഞങ്ങൾ ഒഴിവാക്കാൻ പറയുന്നത്? പെർ അവർ കാണാൻ നിങ്ങൾ ഡിവൈഡ് ചെയ്യേണ്ട എത്രയാണ്? 1.39. ഓക്കെ അല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹലോ ഞാൻ മിഷനറി ഉപയോഗിക്കാതെ ക്ലീൻ ചെയ്യുമ്പോഴും അതിന് എന്തുണ്ടാവും? ഡിപ്രീസിയേഷൻ ഉണ്ടാവും. എത്ര എണ്ണം ഡിപ്രീസിയേഷൻ ഉണ്ടാവുക? 1.39 തന്നെ അതിനുണ്ടാവുക. ഓക്കെ അല്ലേ? ഇത് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ ലോജിക്ക് എന്താ? എഫക്റ്റീവ് റേറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്. ടോട്ടൽ എത്ര വരും അപ്പോൾ? ഇവിടുത്തെ ടോട്ടൽ ഇവിടെ ചെയ് എത്ര 39. മുകളിലത്തേൽ മാറ്റം ചിലോ 3.59. അപ്പോൾ എത്ര വരും? കൂടെ ചെയ്യണം അല്ലേ? 7.98 പെർ ഏതാണ്? ഹവർ. വൈൽ എപ്പോൾ? സെറ്റപ്പിൻ്റെ സമയത്ത് എത്ര വരും? 7.98. ഈ സാധനം കിട്ടി കഴിഞ്ഞ് ബാറ്റ് ഞാൻ പറയേ വേണ്ട, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എങ്ങനെ വെച്ചാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? കമ്പ്യൂട്ടേഷൻ ഓഫ് മിഷൻ ഹവർ റേറ്റ്. രണ്ടാമത്തെ പറയും നമ്പർ ഏതാ? 2 ആണോ ബി ആണോ എന്താ എഴുതിയുള്ളത്? അങ്ങനെയൊന്നുമില്ല, 2 എന്നുണ്ട് ഇടാം. അപ്പോൾ ഏതാ കാണേണ്ടത്? വായിക്കടാ, വായിച്ച് പറയടാ. ഫൈൻഡ് ഔട്ട് എന്ന് അവർ നമ്മളുടെ അടുത്ത് പറയണം. നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്യുക? ഫൈൻഡ് ഔട്ട് പറഞ്ഞിട്ട് ആരോട്? എക്സാമിനോട് പറയണം ഫൈൻഡ് ഔട്ട്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഏതാ? കോസ്റ്റ് ഓഫ് ഈച്ച് ജോബ്. 2 ജോബല്ലേ ഉള്ളത്? ഓക്കെ അല്ലേ? ജോബ് ഏതാ? നമ്പർ ഉണ്ട് 1102. പിന്നെ ജോബ് ഏത് നമ്പറാ? 13008. എന്നിട്ട് അടിയിൽ എഴുതാണ് ഏതാ? സെറ്റപ്പ് കോസ്റ്റ്. പിന്നെ അടുത്ത ഏതാണ്? റണ്ണിങ് കോസ്റ്റ് അല്ലേ? യെസ്. റണ്ണിങ് കോസ്റ്റ് അല്ലെങ്കിൽ ഓപ്പറേഷൻ, അങ്ങനെ അതിൽ തന്നുള്ളൂ. ഓപ്പറേഷൻ കോസ്റ്റ്. ഓക്കെ അല്ലേ? സെറ്റപ്പ് കോസ്റ്റ് എത്ര അവേഴ്സ് വേണം? ഒരു ജോബിന് എത്ര? 80 ഹവറാണ്. മറ്റേ ജോബിന് എത്രയാ? 40 ഹവറാണ്. ഓക്കെ. സെറ്റപ്പിൻ്റെ സമയത്തുള്ള കോസ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടില്ലേ? എത്ര വരും സെറ്റപ്പിൻ്റെ സമയത്ത്? 7.98. 7.98. ഇവിടെയും 7.98. എത്ര വരും? 638.4. അടുത്ത് എത്ര? 19.2. അടുത്ത റണ്ണിങ്ങിൻ്റെ എത്ര? റണ്ണിങ്ങിൻ്റെ ഹവേഴ്സ് നോക്കി പറയും. 130ഉം 160ഉം ഇൻറ്റു എത്രയെന്ന്? 6.98. ഇവിടെ ഇൻറ്റു എത്ര? 6.98. എത്ര വരും?
907 പോയിൻറ്റ് 4 ഉണ്ട് ടോട്ടൽ ചെയ്താളെ. എന്നിട്ട് ടോട്ടൽ കോസ്റ്റ് പറയും. ടോട്ടൽ കോസ്റ്റ് 1116 അങ്ങനെയൊന്നും അല്ലല്ലോ. ഓക്കെ യെസ്, ഇതിൽ കാണാമല്ലോ അങ്ങനെ 1116.8. ഇനി ടോട്ടൽ ഏതാ പറയാൻ നിൽക്കണേ? ഫസ്റ്റ് ജോബിൻ്റെ പറയാതെ 1545.8 എക്സാക്ട്ലി. അടുത്തേതാ 1436 അല്ലേ? ഓക്കെ, ഞാൻ